നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പോലെ ഒരു പിതൃശൂന്യമായ ഒരു പാർട്ടി ലോകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത് പറയുന്നത് വെറുതെയല്ല. ഇവരുടെ നിലപാടുകൾ, ഇവരുടെ ചില രീതികൾ, ഇവരുടെ ചില പ്രസ്താവനകൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ലോകത്തിന്റെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യക്കേട്. അതായത് പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടായ സമയം മുതൽ തന്നെ വളരെ ലാഘവത്തോടെയുള്ള അല്ലെങ്കിൽ തീവ്രവാദികളെയും മതഭീകരതയും ഒക്കെ തന്നെ ന്യായീകരിക്കുന്ന പ്രസ്താവനകളാണ് എം എ ബേബിയും എം വി ഗോവിന്ദനും അടക്കമുള്ള CPM-ന്റെ വലിയ നേതാക്കൾ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തം. ആ സമയത്ത് തന്നെ മദനിയെ ന്യായീകരിച്ചത് നമുക്ക് ഓർമ്മയില്ലേ എം എ ബേബി. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്ന് വലിയ മാനവികത, ധാർമ്മികത, ലോക നന്മ, ലോകത്തിന്റെ ഒത്തൊരുമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇത്രയും പിതൃശൂന്യത ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കില്ല എന്ന് വ്യക്തം. ഇത്രയും നാറിയ ഒരു പാർട്ടി കേരളം ഭരിക്കുന്നു എന്നത് നമുക്ക് കേരളീയർക്ക് വലിയ നാണക്കേടാണ്. ഒരു രാജ്യം മുഴുവൻ വിഷമിക്കുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, ഒരു രാജ്യത്തെ പൗരന്മാർ അവർ ഭീകരവാദികളാൽ, പാകിസ്ഥാൻ ഭീകരവാദികളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കുമ്പോൾ ഇത്തരത്തിലാണോ ഒരു പാർട്ടി, ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി പ്രതികരിക്കേണ്ടത് എന്ന് പലരും ചോദിച്ചു പോവുകയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു മരിച്ചപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ വർഗീയത തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞ ക്യാമ്പസ് ഫ്രണ്ടിനെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഒന്നും പറയാതെ പേടിച്ചരണ്ട് അവരെ തലോടി, തൊട്ടു തലോടി, അവരെ പ്രീണിപ്പിച്ച്, അവരുടെ കൂടെ നിന്ന് അഭിമന്യുവിന് വേണ്ടി കോടികൾ പിരിച്ച് ഒരു ചെറിയ വീട് വെച്ചു കൊടുത്ത CPM-നും SFI-ക്കും DYFI-ക്കും ഒന്നും നാണവും മാനവുമില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു അവർ. ഇപ്പോൾ ഭീകരവാദത്തിനെതിരെ മാനവികത, ഈ മാനവികത എന്നത് എന്താണെന്ന് എം എ ബേബി സഖാവിനും പി രാജീവിനും ഗോവിന്ദൻ മാസ്റ്റർക്കും മാത്രമേ അറിയൂ എന്നത് മറ്റൊരു കാര്യം. 29-നും 30-നും ഏരിയ കേന്ദ്രങ്ങളിൽ CPM സദസ്സ്, CPM-ന്റെ വലിയ സദസ്സാണ്. അതായത് മാനവികത ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ എന്താണ് ഏതാണ് എന്നൊന്നും പറയില്ല. ഇവിടെ മുസ്ലിം മത ഭീകരവാദികൾ, ഇസ്ലാം ഭീകരവാദികൾ, പാകിസ്ഥാൻ ഭീകരവാദികൾ എന്നൊന്നും പറയില്ല. പൊതുവെ ഭീകരതയ്ക്കെതിരെ ഒരു മാനവിക സദസ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനും ഒക്കെയായ ശ്രീജിത്ത് പണിക്കർ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ശ്രീജിത്ത് പറയുന്നു, ഇസ്രയേലിനെതിരെ ഹമാസ് തുടങ്ങിയ ഭീകരാക്രമണത്തെ സഹികെട്ട പ്രതികരണം എന്നും ഗോലിയാത്തിനെതിരെ ദാവീദ് നടത്തിയ പോരാട്ടം എന്നും വിശേഷിപ്പിച്ച എം എ ബേബിയാണ് CPM സെക്രട്ടറി. പാർട്ടി ഇനി നടത്താൻ പോകുന്ന പരിപാടിയുടെ പേര് ഭീകരവാദത്തിനെതിരെ മാനവികത. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ ഉവ്വേ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ 2, 3, 4 വള്ളങ്ങളിൽ കാലി ചവിട്ടി നിന്ന് പ്രീണനവും വൃത്തികെട്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കളിച്ച് ഇവിടെ പലരുടെയും പ്രീതിക്ക് പാത്രമാകാൻ വേണ്ടി സകലമാന തോന്നിയാസങ്ങളും കാണിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ ഒരു മാനവികതയും മാനവിക സദസ്സും മാനവികതയുടെ അങ്ങേ അപ്പുറവും ഒക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ജനങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളോട് പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, നിങ്ങളുടെ നേതാക്കളെ, നിങ്ങളുടെ മനസ്സെന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ രാഷ്ട്രീയ രീതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട, നെറികെട്ട മുസ്ലിം പ്രീണന നയങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സഖാക്കൾക്ക് പോലും അറിയാം. എന്നിട്ടും ഇത്തരം വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങളുമായി ഇറങ്ങിത്തിരിക്കാൻ നാണവും മാനവും ഇല്ലേ CPM ചെറ്റകളെ എന്ന് ചോദിച്ചു പോവുകയാണ്. നിവർത്തികേട് കൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു പാർട്ടിയോട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ, താന്തോന്നിത്തരങ്ങൾ കാണിക്കുമ്പോൾ, തന്തയില്ലായ്മ കാണിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ഏത് അവസരത്തിലായാലും. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.